വി.ഡി. സതീശൻ അവകാശപ്പെടുന്നത് പോലെ UDF 100 കടക്കണമെങ്കിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കേണ്ട ഒരു ജില്ലയുണ്ട്. അത് തൃശ്ശൂരാണ്. എന്താണ് തൃശ്ശൂരിന് ഇത്ര പ്രത്യേകത? രാഷ്ട്രീയ കേരളത്തിൽ 20 വർഷം മുമ്പ് വരെ ഒരു ചൊല്ലുണ്ടായിരുന്നു: തൃശ്ശൂര് ആര് പിടിക്കുന്നു അവർ കേരളം ഭരിക്കും. കരുണാകരൻ്റെ തട്ടകമായ തൃശ്ശൂരിൽ അതിൻ്റെ പ്രഭാവം ജില്ലയൊട്ടാകെ നീളിച്ചിരുന്നു. 2001 100 സീറ്റുമായി UDF അധികാരത്തിലെത്തുമ്പോൾ തൃശ്ശൂർ ജില്ലയിലെ 14ൽ 12 സീറ്റിലും UDF ആണ് ജയിച്ചത്. ശക്തമായ സംഘടനാ സംവിധാനം, ശക്തമായ നേതൃത്വം, ഇതൊക്കെയാണ് ഈ വിജയത്തിന് കോൺഗ്രസിനെ സഹായിച്ചത്. കരുണാകരനും മകൻ മുരളീധരനും കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയതോടെ തൃശ്ശൂരിലെ കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം ദുർബലമായി, നേതൃനിരയും അപ്രത്യക്ഷമായി. പോയവർ പലരും തിരികെ എത്തിയെങ്കിലും അണികളും വോട്ടർമാരും തിരികെ എത്താത്തത് കോൺഗ്രസിനെ ക്ഷീണിപ്പിച്ചു. 2008 അസംബ്ലി മണ്ഡല പുനർനിർണയം തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ ചിത്രം കൂടിയാണ് മാറ്റിവരച്ചത്. മണ്ഡല പുനർനിർണയത്തിൽ കരുണാകരൻ്റെ മണ്ഡലമായി അറിയപ്പെട്ട മാള ഇല്ലാതായി. ചേർപ്പ്, കൊടകര സീറ്റുകളും ഇതിൻ്റെ കൂടെ ഇല്ലാതായി. പുതുതായി കയ്പമംഗലം, പുതുക്കാട് എന്നീ മണ്ഡലങ്ങളുണ്ടായി. മുമ്പ് ചേലക്കര മാത്രമായിരുന്നു പട്ടികജാതി സംവരണ മണ്ഡലമെങ്കിൽ ആ പട്ടികയിൽ നാട്ടിക കൂടി വന്നു. വളരെ കൃത്യമായ ആസൂത്രണത്തോടെയായിരുന്നു തൃശ്ശൂരിലെ മണ്ഡല പുനർനിർണയം. ചേലക്കര, ഒല്ലൂർ മണ്ഡലങ്ങൾ മാത്രമാണ് അതിരുകൾ മാറ്റി വരയ്ക്കാതെ വെറുതെ വിട്ടത്. കുന്നംകുളം മണ്ഡലത്തിൽ അടാട്ട്, അവനൂർ, കൈപ്പറമ്പ് എന്നീ പഞ്ചായത്തുകൾ വടക്കാഞ്ചേരി മണ്ഡലത്തിൽ ലയിപ്പിച്ചു. ചൂണ്ടൽ, കണ്ടാണശ്ശേരി പഞ്ചായത്തുകൾ മണലൂരിലാക്കി. വടക്കാഞ്ചേരിയിൽ നിന്ന് എരുമപ്പെട്ടി, കടങ്കോട്, കടവല്ലൂർ, കട്ടക്കമ്പാൽ, വേലൂർ പഞ്ചായത്തുകൾ കുന്നംകുളത്തേക്ക് മാറ്റി. ഇത്രയധികം പഞ്ചായത്തുകൾ എടുത്തു മാറ്റി പുതിയവ കൊണ്ടുവരുന്ന രീതി ഇംഗ്ലീഷിൽ ജെറി മാൻഡറിംഗ് എന്ന് പറയുന്ന പ്രക്രിയയാണ് എന്ന് വ്യക്തമാണ്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അതിർത്തി മാറ്റി വരയ്ക്കൽ.